അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 135. ഫർള് നിസ്കാരത്തിൻ്റെ മുന്നോടിയായി ബാങ്കും ഇഖാമത്തും കൊണ്ടുവരൽ പുരുഷന്മാർക്കും ഇഖാമത്ത് മാത്രം കൊണ്ടുവരൽ സ്ത്രീകൾക്കും സുന്നത്താണ്. ഈ നിയമം എല്ലാവർക്കും അറിയും. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും യുസന്നു അദാനുൻ വ ഇഖാമത്തുൻ ലി ദക്കരിൻ വ ഇഖാമത്തുൻ ലി ഉൻസ എന്നിങ്ങനെയുള്ള ഇബാറത്തുകൾ കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല എന്ന് നമുക്ക് ബോധ്യമായി. സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ ബാങ്ക് സ്വഹീഹാവുകയും ഇല്ല. കാരണം വശർത്തുൽ മുഅദ്ദിനി അദ്ദുകൂറ, ബാങ്ക് കൊടുക്കുന്നയാൾക്ക് ഷർത്താണ് പുരുഷനാവണം എന്നത്. അതുകൊണ്ട് തന്നെ ഫലാ യസിഹു അദാനുംറഅത്തിൻ, പെണ്ണിൻ്റെ ബാങ്ക് സാധുവാവുകയില്ല, സ്വഹീഹാവുകയില്ല. അങ്ങനെയെങ്കിൽ പുരുഷന് വേണ്ടി സ്ത്രീ ബാങ്ക് കൊടുത്താലോ? അതായത് ഉദാഹരിച്ചു പറഞ്ഞാൽ, ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവും കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു. അവിടെ ഭർത്താവ് ജമാഅത്തിലുള്ളത് കൊണ്ട് അവർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ടല്ലോ. ആ പുരുഷന് വേണ്ടിയുള്ള ബാങ്ക് നിർവഹിക്കുന്നത് ഈ ഭാര്യയാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ ബാങ്ക് സ്വഹീഹാവുകയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വലോ അദ്ദനത്തിൽ മർഅതു ലിർരിജാലി ലം യസിഹ അദാനുഹാ, പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീ ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് സ്വഹീഹാവുകയില്ല എന്ന് മാത്രമല്ല, വ അസിമത്ത്, അവൾ കുറ്റക്കാരിയാവുകയും ചെയ്യും. കാരണം ഫാസിദായ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടല്ലോ, അതുകൊണ്ട് അവൾ കുറ്റക്കാരിയാണ്. എന്നാൽ തൻ്റെ കൂടെയുള്ളത് തൻ്റെ മഹറം തന്നെയാണെങ്കിൽ പ്രശ്നമുണ്ടോ? സ്വന്തം മകൻ, അതല്ലെങ്കിൽ മകളും ഉപ്പയും മകനും ഉമ്മയും അങ്ങനെയൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഹറമായ പുരുഷൻ്റെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീ ആ പുരുഷൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അത് സ്വഹീഹാവില്ലേ? കാരണം മഹ്റമിൻ്റെ സാന്നിധ്യത്തിൽ ഇത്തിരി ശബ്ദമുയർത്തുന്നതിനും അതുപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ ഈ സ്ത്രീയുടെ മുഖത്തേക്ക് അവർക്ക് നോക്കുന്നതിനും ഒന്നും കുഴപ്പമില്ലല്ലോ. എന്നാലും പറ്റില്ല. തുഹ്ഫയിൽ കാണാം, വലോ മഹാരിമ ക ഇമാമത്തിഹാലഹും, മഹ്റമുകളാണെങ്കിൽ തന്നെയും പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ ബാങ്ക് കൊടുത്താൽ സ്വഹീഹാവുകയില്ല, അവർ കുറ്റക്കാരാകും. കാരണം പുരുഷന് വേണ്ടി സ്ത്രീ ഇമാമ് നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ വിധി. എന്നാൽ പിന്നെ മറ്റൊരു ചർച്ച, ഇഖാമത്ത് സ്ത്രീകൾക്ക് സുന്നത്തുണ്ടല്ലോ. അപ്പോൾ പുരുഷനോടൊന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ത്രീ ആ ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് നിർവഹിച്ചാലോ? വലോ അഖാമത്ത് ലി റജുലിൻ ലം യസിഹ, ഇഖാമത്ത് നിർവഹിച്ചാലും അത് സ്വഹീഹാവുകയില്ല. അവളുടെ ഇഖാമത്ത് സുന്നത്താണ്, സ്വഹീഹാണ് എന്നൊക്കെ പറഞ്ഞത് അവൾക്ക് സ്വന്തം നിസ്കരിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ ജമാഅത്തിന് വേണ്ടിയോ ഉള്ള ഇഖാമത്തിനെ കുറിച്ചാണ്. പുരുഷ സാന്നിധ്യമുള്ള നിസ്കാരത്തിന് വേണ്ടിയുള്ള ഇഖാമത്ത് സ്ത്രീ കൊടുത്താൽ ആ ഇഖാമത്തും സ്വഹീഹാവുകയില്ല എന്ന് നിഹായ അടക്കമുള്ള കിതാബുകളിൽ കാണാൻ സാധിക്കും.
അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് ബാങ്ക് ഇഖാമത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ് ഇനി ബാങ്ക് ഇഖാമത്തും കൊടുക്ക്, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് ബാങ്കും ഇഖാമത്തും ഭാര്യയെ കൊണ്ട് കൊടുപ്പിച്ചാൽ, അല്ലെങ്കിൽ മകളെ കൊണ്ട് കൊടുപ്പിച്ചാൽ, അതല്ലെങ്കിൽ ഉമ്മയെ കൊണ്ട് കൊടുപ്പിച്ചാൽ ആ ബാങ്കും ഇഖാമത്തും സ്വഹീഹാവില്ല. ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുകയുമില്ല. കൊടുത്ത ആള് കുറ്റക്കാരിയാവുകയും ചെയ്യും. ഈ മസ്അല കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം ബാങ്ക് കൊടുക്കുന്ന ആളിൻ്റെ മറ്റൊരു ഷർത്താണ് മുമയ്യിസാവണം എന്നത്. അപ്പം തമ്മീസ് എത്താത്ത കുട്ടികൾ ബാങ്ക് കൊടുത്താൽ ബാങ്കായി പരിഗണിക്കപ്പെടുകയില്ല. തമ്മീസ് എത്തുക എന്ന് പറയുന്നത് 7 വയസ്സ് പൂർത്തിയാവുകയും അതോടൊപ്പം വകതിരിവ് എത്തുകയും വേണം. ഇന്നിൻ്റെ പുതിയ കാലത്ത് 3.5 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുട്ടികൾ പാഠശാലയിൽ പോകുന്നു, പലതും പഠിക്കുന്നു, ബാങ്കും ഇഖാമത്തൊക്കെ അവർ ചെല്ലാൻ പഠിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളെ 7 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കാനും മറ്റുമൊക്കെ പക്വത നേടിയ കുട്ടിയാണെങ്കിൽ തന്നെയും അവരുടെ ബാങ്കും ഇഖാമത്തും സ്വഹീഹാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം വകതിരിവ് എത്തിയാൽ തന്നെയും 7 വയസ്സായിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ മുമയ്യിസായിട്ട് പരിഗണിക്കുന്നില്ല. 7 വയസ്സ് പൂർത്തിയായിട്ട് വകതിരിവ് എത്താത്ത കുട്ടിയെയും മുമയ്യിസായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ 7 വയസ്സ് പൂർത്തിയാവുകയും വേണം, വകതിരിവ് എത്തുകയും വേണം. അങ്ങനെയുള്ള കുട്ടികളാണ് മുമയ്യിസ്. അത്തരം മുമയ്യിസായ കുട്ടിയുടെ ബാങ്കും ഇഖാമത്തും മാത്രമേ സ്വഹീഹാവുകയുള്ളൂ. അപ്പോൾ 7 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ട് ബാങ്ക് ഇഖാമത്ത് കൊടുപ്പിച്ചാൽ സ്വഹീഹാവൂല എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഉപ്പമാരൊക്കെ വീട്ടിൽ വെച്ച് ജമാഅത്താക്കുമ്പോൾ 7 വയസ്സ് പൂർത്തിയാവാത്ത കുട്ടിയോട് നീ ബാങ്ക് കൊടുക്ക്, ഇഖാമത്ത് കൊടുക്ക് എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കും. അവിടെ ബാങ്കും ഇഖാമത്തും സ്വഹീഹാവുകയില്ല. ചില ഉൾഗ്രാമങ്ങളിലൊക്കെയുള്ള പള്ളികളിലും അത്തരം ചെറിയ കുട്ടികളെ കൊണ്ട് ബാങ്കോ ഇഖാമത്തോ ഒക്കെ കൊടുപ്പിക്കുന്ന രീതികൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ആ ബാങ്കും ഇഖാമത്തും ശറഇൽ സാധുവല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.